നർമ്മകൈരളിയുടെ സജീവ പ്രവർത്തകനും പാരഡി ഗാന രചനാരംഗത്ത് പുതിയൊരു ശൈലിക്ക് തുടക്കമിട്ടയാളും ഇതിനെല്ലാം ഉപരി ഒരു IAS ഉദ്യോഗസ്ഥനുമായ ശ്രീ PC സനൽകുമാറാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഈ കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്ന് പറയുന്നത് പോലെ IASകാർക്കിടയിലുള്ള ഒരു കലാകാരനാണല്ലോ സാറ്. ഇരുട്ടും വെളിച്ചവും പോലുള്ള ഈ ബ്യൂറോക്രസിയും കലയും സാറിന് എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? IAS പരിവേഷം ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഞാനൊരു സാധാരണക്കാരൻ തന്നെയാണ്. പിന്നെ ഈ കലയുടെ വിങ്ങലുള്ള ഒരു ഹൃദയം അത് IASകാരൻ്റെതായാലും ശരി സാധാരണക്കാരൻ്റെതായാലും ശരി അത് ഏറെക്കുറെ ഒരേ സ്വഭാവത്തിലുള്ളതാണ്. പിന്നെ ബ്യൂറോക്രസി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വളരെ മറുതപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. പിന്നെ ഔദ്യോഗിക കൃത്യങ്ങളും കലാപ്രവർത്തനങ്ങളും തമ്മിൽ ഒരിക്കലും കൂടിക്കുഴയേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും കൂട്ടിക്കുഴയ്ക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വ്യക്തിപരമായ എന്റെ ജീവിതത്തിൽ ഞാനിത് രണ്ടും ഒരിക്കലും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാറില്ല. സാറിന്റെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത സംഭവം പറയാം. മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കലാജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവമാണ്. ഞാനിന്ന് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ ഈവനിങ് LLB വിദ്യാർത്ഥിയായി. അന്ന് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തില് ഞാൻ എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ കുട്ടികളോട് മത്സരിക്കുകയുണ്ടായി. കഥാപ്രസംഗത്തില് ഞാൻ തന്നെ എഴുതിയ ഒരു കൊച്ചു കഥ വയസ്സന്റെ കല്യാണം എന്നൊരു കഥ, സിനിമാ ഗാനങ്ങളുടെ പാരഡികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള 18 മിനിറ്റ് 22 സെക്കൻഡ് നീണ്ടുന്ന ഒരു കഥയായിരുന്നു. ആ കഥ കുമാരികുമാരന്മാര് ഹർഷാരവതയോടാണ് സ്വീകരിച്ചത്. എന്റെ ജീവിതത്തിൽ ഇത്രയും ഹൃദ്യമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം എന്റെ കലാജീവിതത്തിൽ ഉണ്ടായിട്ട് തന്നെ. അത് വിജയ് കോളേജ് വെച്ചായിരുന്നു. സാറിന് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലും ഒരു സംഭവം ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന്? എനിക്ക് ഏറെക്കുറെ മുഴുവനും എനിക്ക് ഓർമ്മയാണ്. അതിലൊരു ചെറിയ പാട്ട് മാത്രമേ ഞാൻ പറയാം. കാരണം ഈ ഒരു കഥ ഞാൻ പറഞ്ഞല്ലോ, 81 വയസ്സുള്ള ഒരു വൃദ്ധൻ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ തന്നെ. അപ്പോ ഇവരുടെ ആദ്യ രാത്രിയെ കുറിച്ചുള്ള ഒരു വർണ്ണന ഞാൻ കഥാപ്രസംഗത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ പ്രിയദർശൻ എന്ന സംവിധായകനാണ് ഈ രംഗം അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു പാട്ട് ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പാട്ട് അവതരിപ്പിച്ചത്. കിലുക്കം എന്ന സിനിമയിലെ നീലവേനലിൽ രാജഗോകുലി എന്ന ഗാനത്തിന്റെ ഈണമാണ് ഞാൻ ഉപയോഗിച്ചത്. ആ പാട്ട് ഇങ്ങനെയായിരുന്നു. ഈ വൃദ്ധൻ ചെറുപ്പക്കാരിയെ നോക്കി പറയുകയാണ്, ഇദ്ദേഹം ഒരു വാദരോഗിയാണ്, 81 വയസ്സ് പ്രായമായല്ലോ. വാദവേദന ദേഹമാകവേ തടവൂ നീ തടവൂ, ഒരു കൈ നീ തടവൂ, കുഴമ്പു തേച്ചു മെല്ലെ മെല്ലെ തിരുമ്മി തിരുമ്മി തടവൂ. എന്നിട്ട് പറയാം, താണമില്ലയോ ആദ്യ രാത്രി തടവാനായി പറയാൻ, അതുമാത്രം മതിയോ ഇതിന്നു മാത്രമെന്നെ പുടവ തന്നു നീ വിളിച്ചു. അപ്പൊ വയസ്സം പരിശോധിക്കുകയാണ്, നാണമെന്തിന്ന് നിന്റെ നാഥനല്ലേ ഞാൻ, പ്രായമാകുമ്പോൾ ആർക്കും വാദമുണ്ടാകും, അതിലെന്തു നാണം ഇതു സന്ധിവാദം, അതിലെന്തു നാണം ഇതു സന്ധിവാദം, ഒന്നരികിൽ വന്നിരുന്നെന്റെ അയഞ്ഞ സന്ധികളിൽ നീ കുഴമ്പൊന്നു പുരട്ടിടുമോ. ഭയങ്കര അപ്ലാസ് ആയിരുന്നു. നല്ല ഭയങ്കര ഹർഷാരമാണല്ലേ. ഇത് പേപ്പറിലൊക്കെ വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ഈ തമാശയുടെ രംഗത്തേക്ക് കടന്നു വരാനുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം നിമിത്തം അതായിരുന്നു. ആണല്ലേ? ഓ സാറ് അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് പാരഡികളൊക്കെ എഴുതിയല്ലേ? പാരഡികൾ അതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്. 280ഓളം പാരഡികളും മിക്കവാറും ലബ്ധപ്രതിഷ്ഠമായ സിനിമാ ഗാനങ്ങൾക്കൊക്കെ തന്നെ ഞാൻ പാരഡികൾ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ തന്നെ പാടി അവതരിപ്പിക്കുകയാണ്. നർമ്മകേരളുടെ വേദികളിൽ മാത്രമേ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളൂ. ആണോ? സാറിന് വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ പാരഡിയുടെ മോശപ്പെട്ട അംശങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് നമുക്ക് ചോദിച്ചത്. കാരണം ഈ പാരഡി എന്ന് പറയുമ്പോൾ എനിക്കറിയാം നല്ലൊരു ശതമാനം ആളുകളിൽ ഒരു
ഒരു അവേഷണം അതിനോടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്ത ആളുകളുടെ ആ ഒരു രീതിയുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചതാണ്. പാരഡി എന്ന് പറയുന്നത് ഇത് മലയാളത്തില് നന്നായി ആവിഷ്കരിച്ച ചില ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ശ്രീ സഞ്ജയനും ശ്രീ സീതാരാമനും ഒക്കെ ഈ പാരഡി ആവിഷ്കരിച്ച കാലത്ത് അത് അഭിജാതമായ ഒരു സാഹിത്യ ശാഖ തന്നെയായിരുന്നു. അതിനൊരു വലിയ മാന്യതയുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇത് കൈകാര്യം ചെയ്ത ആളുകൾ വളരെ ചീപ്പായിട്ട് ഇത് കൈകാര്യം ചെയ്യും, അതിനൊരു അധോതല സ്വഭാവം കൈവരികയും ചെയ്തു. അപ്പോൾ ഈ രംഗത്ത് ഒരു സോഫിസ്റ്റിക്കേഷനോട് കൂടി ഇതിനെ ഒരു സാഹിത്യ ശാഖയാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പാരഡിയിൽ എഴുതിയത്. ഞാനത് എന്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഞാനത് വളരെ ഔചിത്യത്തോടെ മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഒരു ചീപ്പായിട്ടത് ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അത് കേൾക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. അത് വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുള്ളതായിട്ട് സാറിന് തോന്നുന്നു? ഞാൻ അങ്ങനെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എന്നാലും ചെയ്യുന്നുണ്ടെന്ന് അർത്ഥമല്ലേ? കാരണം നമ്മളൊക്കെ പാരഡികൾ കേൾക്കുന്നവരല്ലേ. അപ്പോ പിന്നെ സാറിന്റെ ജീവിതത്തില് സാർ ഈ 10-250 പാട്ട് എഴുതി എന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് സാറ് ഈ എഴുതിയ ഏതെങ്കിലും ഒരു മലയാളം സോങ്, ഒരു മലയാളം സിനിമാ ഗാനങ്ങളാണല്ലോ സാർ കൂടുതൽ അതിനകത്ത് ഒരു മലയാളം പാട്ട് സാറിന് ഏതെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ ഞാനൊരു 10-250 പാട്ടുകൾ എഴുതിയെങ്കിലും ഞാൻ പേഴ്സണലായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതാനൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു പെൺകുട്ടി എനിക്കൊരു പരാതി വന്നു. അതായത് ഈ പ്രൈവറ്റ് ബസ്സിലും മറ്റ് യാത്ര ചെയ്യുമ്പോൾ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളെ കുറിച്ചുള്ള ഒരു പരാതിയായിരുന്നു. അപ്പൊ അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി പാരഡിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ആശയമാണ്. ആ സമയത്താണ് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലം എന്നുള്ള സിനിമ റിലീസായത്. അതിൽ വളരെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട്, പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികളെന്ന പദനിശ്ചയം. അപ്പൊ ആ ഗാനത്തിന്റെ ഈണം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ വള്ളി വ്യത്യാസമില്ലാതെ ഒരു പാരഡി രൂപത്തിൽ ആവിഷ്കരിക്കായിരുന്നു. അതാണ് ഞാൻ വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാരഡി. വളരെ സന്തോഷം. ആ പെൺകുട്ടിയുടെ വാചകങ്ങൾക്ക് ഞാൻ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. പെൺകുട്ടി പറയുകയാണ്, ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, ലഘുപീഡനങ്ങൾ. പിന്നെയും പിന്നെയും ആരോ ഒരാളെന്റെ ചുമലിൽ തലോടുന്ന കരസ്പർശനം. പിന്നെയും പിന്നെയും ആരോ ഒരാളെന്റെ കാലിൽ ചുരണ്ടുന്ന പദസ്പർശനം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. പെൺകുട്ടി പറയാണ്, തിരക്കുള്ളൊരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ അറിഞ്ഞോണ്ട് തോണ്ടിയതായിരിക്കാം. മുകളിലെ കമ്പിയിൽ അലസമായി തൂങ്ങി നിന്നൊരുവൻ കാണിച്ച വികൃതിയാവാം. വഴികളിൽ കുറുകെ നിന്നുരസുന്ന കിളിയുടെ വിരലുകൾ മെല്ലെ ചലിച്ചതാവാം. അല്ലെങ്കിൽ അപ്പുറത്തൊന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്ന വയസ്സനാകാം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. ഇത് സാർ